ബൂർഷ്വാ പാർട്ടിയായ കോൺഗ്രസിൽ ബി.ജെ.പിയുടെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സി.പി.ഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ച വിഷപ്പാമ്പുകൾക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തില്ല. ആ വഞ്ചനയുടെയും കാപട്യത്തിന്റെയും മുദ്രകൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ മുഖ്യശത്രു തീവ്ര ഹിന്ദുത്വ പാർട്ടിയായ ബി.ജെ.പിയും ആർ.എസ്.എസുമാണ്. അതിനെ തടുക്കാനാണ് ഇന്ത്യ സഖ്യം രൂപവൽക്കരിച്ചത്. അതിനെ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിനായില്ല എന്ന് തെളിഞ്ഞു. രാഷ്ട്രീയ ശേഷിയെ കോൺഗ്രസ് റദ്ദാക്കിക്കളഞ്ഞു. തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യിൽ രാജ്യം പെട്ടുപോകാതിരിക്കാൻ ഇടതുപക്ഷം ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെതിരെ രൂക്ഷ വിമർശനവും സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി നടത്തി. രാജ്ഭവൻ ഗവർണറുടെ തറവാട്ട് സ്വത്തല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതി മാത്രമാണ്. ഇന്ത്യക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന വേണമെന്ന് ഗവർണർ പറയുന്നു. സിംഹപ്പുറത്തിരിക്കുന്ന ആർ.എസ്.എസ് സ്ത്രീ ഭാരതാംബയല്ല. ഗവർണർ തലമറന്ന് എണ്ണതേക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാജ്യത്തിന്റെ നിർണായക പോരാട്ടങ്ങളിൽ ബി.ജെ.പി ഒരു കാണി പോലുമായിട്ടില്ല. മതേതരത്വം വേണ്ടെന്നാണ് ദത്താത്രേയ ഹൊസബളേമാർ പറയുന്നത്. ബി.ജെ.പിക്ക് ഇടതുപക്ഷത്തോട് പകയാണ്. അതിനാലാണ് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത്. കോൺഗ്രസിന് ബി.ജെ.പിയുമായി ചങ്ങാത്തമുണ്ട്. ബി.ജെ.പി ആർ.എസ്.എസിന്റെ ഇസ്ലാം പതിപ്പായ എസ്.ഡി.പി.ഐയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ആ രാഷ്ട്രീയത്തെ കേരളം പൊറുക്കാൻ പോകുന്നില്ലെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി.